അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഏഹ് ഒരു സ്വഹാബിയുടെ വീട് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ പലപ്പോഴും വീടിന് വേണ്ടി കുറേ അധ്വാനിക്കുന്ന ആളുകളാണ്. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരുടെ വീട് എങ്ങനെയായിരുന്നു? മഹാനായ അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരാളുടെ ഒരു കഥയുണ്ട്. അതിൽ നമുക്കത് മനസ്സിലാവും. അബൂദർ ഗിഫാർ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ അദ്ദേഹം എത്തിയപ്പോൾ ആശ്ചര്യത്തോടു കൂടെ ചോദിക്കുകയാണ്, അയിന മത്താഅക്കും, എവിടെയാണ് നിങ്ങളുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ എവിടെയാണ്? കാരണം ആ വീട്ടിൽ ഒന്നും കാണുന്നില്ല. അപ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്, ഇന്ന ലനാ ബൈതൻ നുവജ്ജിഹു ഇലൈഹി സ്വാലിഹ അഅമാലിന. എനിക്കൊരു വീടുണ്ട്, ആ വീട്ടിലേക്കുള്ള കർമ്മങ്ങളുമായി ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കർമ്മങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുക എന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഭവനമായി കണ്ടത് ഖബറിനെയായിരുന്നു. ആരുമില്ലാതെ ഖബറിൽ കിടക്കേണ്ട ആദ്യ രാത്രി എന്നുള്ളത് അത് ഭയാനകമാണ് സഹോദരങ്ങളെ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടുള്ള വിഭവങ്ങൾ ഒരുക്കുകയാണ് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ വീടിനും കുടുംബത്തിനും ഒക്കെ വേണ്ടി അധ്വാനിക്കുന്ന ആളുകളാണ്. അതൊക്കെ നല്ല കാര്യമാണ്. അതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു നീയത്തിൽ ചെയ്താൽ അവന് പുണ്യവുമാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിമാർ അവരുടെ മുഖ്യ ലക്ഷ്യമായി അവർ കണ്ടത് പാരത്രിക ജീവിതമായിരുന്നു, അവിടുത്തെ വിജയമായിരുന്നു, അവിടുത്തെ ഭവനമായിരുന്നു സഹോദരങ്ങളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ദീനും ദുനിയാവും ഏറ്റുമുട്ടുന്നിടത്ത് ഒരിക്കലും ദുനിയാവിന് നമ്മൾ പ്രാധാന്യം നൽകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. വീട് വെക്കണം, പക്ഷേ അതിൽ പലിശയില്ലാത്ത വീട്, അല്ലെങ്കിൽ അനാവശ്യമായി കടം വാങ്ങി നമ്മൾ വെക്കുന്ന വീട്, അതല്ല എങ്കിൽ നമ്മുടെ ഭൗതിക വിഭവങ്ങളും സുഖങ്ങളുമൊക്കെ അത്തരം അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലൂടെ നമ്മൾ ഇവിടെ എത്ര സുഖിച്ചാലും ആ സുഖങ്ങളൊക്കെ നാളെ പരലോകത്ത് നമ്മൾക്ക് ശിക്ഷയായി, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ നമുക്ക് അള്ളാഹു അനുവദിച്ച എല്ലാ ഖൈറാത്തുകളും നമുക്ക് നേടാം. പക്ഷേ നമ്മുടെ പാരത്രികം മറന്നുകൊണ്ടുള്ള ഒന്നും നമ്മളിൽ സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അള്ളാഹുവിനെ ഗ്രഹിക്കുമാറാവട്ടെ.